രാജ്യത്താകമാനമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ നവീകരണത്തിനായി മോദി സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് PM ശ്രീ, പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഇത് പ്രാവർത്തികമാക്കാനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും അത് ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഓരോ ബ്ലോക്കിൽ നിന്നും 2 സ്കൂളുകൾ വീതം തിരഞ്ഞെടുത്ത്, അത് സർക്കാർ മേഖലയിലാകാം അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിലാകാം, തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളുടെ നവീകരണത്തിനായി, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള നവീകരണത്തിനായി ഏകദേശം 1 കോടി രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്രത്തിൽ നിന്ന് സ്കൂളുകൾക്ക് ലഭിക്കുന്നത്. ഇത് 5 വർഷത്തെ പദ്ധതിയാണ്. ഇത് 2021 ഇത് വിഭാവനം ചെയ്തത്. അത് 2026 മാർച്ച് 31 ആകുമ്പോഴേക്കും അത് പൂർത്തിയാക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് 2027 മാർച്ച് 31 ഈ പദ്ധതി പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം ഇത് തുടർന്ന് നടത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് നാളുകളായി പരക്കെ ഒരു വിവാദ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അധികാരമൊഴിഞ്ഞ പിണറായി സർക്കാർ ഇത് നടപ്പാക്കാനായി ശ്രമിച്ചപ്പോൾ ഇതിനകത്ത് ചില പ്രതിസന്ധികളുണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ അത് പുനരാലോചിക്കുന്നതിനായി കഠിനമായ ശ്രമങ്ങൾ നടത്തി. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആസൂത്രിതമായ വിദ്യാഭ്യാസ രംഗ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ആക്ഷേപമുണ്ടായപ്പോൾ പിണറായി സർക്കാർ ഇത് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങി. അവർ കണ്ടെത്തിയത് ഇതിനകത്ത് ഉള്ള ചില നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകളൊക്കെ അത്ര ആശാസ്യമല്ല. അതായത് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പാഠ്യക്രമം ഒക്കെ പിന്തുടരേണ്ടതായിട്ട് വരും. അതുപോലെ PM ശ്രീ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഈ സ്കൂളുകൾക്ക് നൽകേണ്ടതായിട്ട് വരും. അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള സർക്കാരിന് അംഗീകരിക്കാവുന്നതല്ല എന്ന ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിണറായി സർക്കാർ കേരളത്തിൽ നാളിതുവരെ നടപ്പാക്കാതിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2022 ആരംഭിച്ച പദ്ധതിയാണെങ്കിലും അധികാരമൊഴിയുന്ന 2026 മെയ് മാസം വരെ ഇത് നടപ്പാക്കാനായി യാതൊരു നടപടിയും കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ എടുത്തിരുന്നില്ല. അപ്പോൾ അവരുടെ ആശങ്കയ്ക്ക് കാരണം ഇത് ബോധപൂർവമായി സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലുള്ള കൈകടത്തലാണ്, പാഠ്യക്രമത്തിൽ ബോധപൂർവമായ വർഗീയ പ്രീണനം നടത്തുന്നതിനുള്ള ശ്രമമാണ് എന്ന ആക്ഷേപങ്ങളൊക്കെയാണ് മുന്നണിക്കകത്തും പുറത്തുമായി ഗൗരവമായി ചർച്ചയ്ക്ക് വന്നത്. എന്നാൽ ഏകദേശം 1400 കോടി രൂപയാണ് ഈ ഇനത്തിൽ ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് ചെറിയ തുകയല്ല. മാത്രവുമല്ല, കേരളത്തിലെ അനവധി സ്കൂളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുമ്പോൾ ആകമാനം ഈ സ്കൂളുകളുടെ മുഖച്ഛായയൊക്കെ മാറുകയാണ് എന്നുള്ള ഒരു വലിയ സംഗതിയുള്ളപ്പോൾ ഇതിനകത്തെ ആകർഷകത്വം പൂർണ്ണമായി തിരസ്കരിക്കാനായി കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പണം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക, കേരളത്തിലെ സ്കൂളുകളുടെ വികസനത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഭരണം ഒഴിയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത് നടപ്പാക്കാൻ പിണറായി സർക്കാർ തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഉടമ്പടിയിൽ, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ കേന്ദ്രവുമായി ഒപ്പിടുകയും ചെയ്തു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ V ശിവൻകുട്ടിയും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി വാസുകിയും ചേർന്ന് ഡൽഹിയിൽ പോയിട്ടാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നത്.
ഒപ്പുവെച്ച് മടങ്ങി വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ടായി. CPI എന്ന് പറയുന്ന അന്നത്തെ മുന്നണിയുടെ രണ്ടാം കക്ഷിയായിരുന്ന പാർട്ടി ഇത് യാതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ സാധ്യമല്ല, ഇതിനകത്ത് ബോധപൂർവം സംഘപരിവാറിൻ്റെയും RSSൻ്റെയും BJPയുടെയും അജണ്ടയുണ്ട്, ആ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം വളരെ ശക്തമായി CPI ഉന്നയിച്ചപ്പോൾ ഒടുവിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരു ഉപസമിതിയെ മന്ത്രിമാരടങ്ങുന്നതിനെ നിയമിച്ച് ഇത് പഠിക്കാൻ ഏൽപ്പിച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ ഉപസമിതി കൂടുന്നതിനോ അതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിനോ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇലക്ഷൻ്റെ ഏതാണ്ട് പ്രഖ്യാപനം ആകുന്ന സമയമായി. അതോടുകൂടി ഇതിനിയും തൽക്കാലം നടപ്പാക്കേണ്ടതല്ല, ടു കീപ്പ് ഇൻ അബയൻസ്, അതായത് ഇത് മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു തീരുമാനമെടുത്ത് പിണറായി സർക്കാർ അധികാരം ഒഴിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒപ്പുവെച്ച ധാരണാപത്രം അവിടെ നിലനിൽക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിച്ചു കൊള്ളാമെന്നുള്ള ഒരു ധാരണാപത്രത്തിലാണ് കേരള സർക്കാർ ഔദ്യോഗികമായി ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായി ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തിന് ലഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ 1400 കോടി രൂപ, 1500ഓളം കോടി രൂപ ലഭിക്കും. എന്നാൽ ഇത് തുടർ നടപടികൾ എടുക്കണ്ട എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഈ ഇടതുപക്ഷ മുന്നണി സർക്കാർ അറിയിച്ചതിൻ്റെ ഫലമായി 5 പൈസയും അതിൽ നിന്ന് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയില്ല. അപ്പോഴാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്നത്. ഈ പുതിയ മന്ത്രിസഭ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും ഇപ്പോൾ അധികാരത്തിലേറിയിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഈ വിഷയം വീണ്ടും സജീവമായ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ UDF സർക്കാർ, പുതിയ സർക്കാരിന് ഇത് എങ്ങനെയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നടപ്പാക്കണം എന്നുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത് നടപ്പാക്കി എങ്ങനെയെങ്കിലും ഈ 1500ഓളം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കത്തക്ക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ആലോചന ഉണ്ടായപ്പോൾ പുതിയ മന്ത്രിസഭയിൽ ഇത് പലവട്ടം ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വന്നപ്പോഴും ഒരു ഏകകണ്ഠമായ അഭിപ്രായം തീരുമാനമെടുക്കാൻ ഈ ഗവൺമെൻറ്റിന് നാളിതുവരെ സാധിച്ചില്ല. അവിടെയും ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോൾ ഏതാണ്ട് ഇടതുമുന്നണി സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ മാതൃകയിൽ തന്നെ ഈ മന്ത്രിസഭയിലും ഒരു ഉപസമിതിയെ മന്ത്രിമാരുൾപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വം കൊടുക്കുന്ന മറ്റ് മന്ത്രിമാരുൾപ്പെടുന്ന ഒരു ഉപസമിതിയെ നിശ്ചയിച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് ഈ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മുന്നണിക്കും വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള തീരുമാനമെടുത്തു. എന്നാൽ ആ ഉപസമിതി 2-3 പ്രാവശ്യമൊക്കെ കൂടിയെങ്കിലും അന്തിമമായ ഒരു തീരുമാനമെടുക്കാനായി ഉപസമിതിക്കും മന്ത്രിസഭയ്ക്കും സാധിച്ചില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പറഞ്ഞ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞത് ഇത് മുൻ സർക്കാർ ഒപ്പിട്ട് ധാരണയിലെത്തിയ ഒരു പദ്ധതി ആയതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ ഇനിയും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പുതിയ സർക്കാരിന് ഇത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട് നിയമപരമായും സാങ്കേതികമായും എന്ന ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പ്രസ്താവനയിലൂടെയും നടത്തിയത്. അപ്പോഴും പ്രതിസന്ധി അവസാനിച്ചില്ല. മുന്നണിയിൽ ഈ കാര്യത്തിൽ ഏകകണ്ഠമായ ഒരഭിപ്രായം നാളിതുവരെ ഉണ്ടാക്കാനായി ഈ സർക്കാരിന് സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചേർന്ന UDFൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരികയും ഇത് മുൻ സർക്കാർ ധാരണയിലെത്തിയതായതുകൊണ്ട് നടപ്പാക്കേണ്ട ബാധ്യതയുണ്ട് എന്ന മട്ടിൽ ഒരു തീരുമാനമെത്തി എന്ന ഒരു സന്ദേശം പരക്കുകയും ചെയ്തത്.
ആ സന്ദേശത്തെ ബലപ്പെടുത്തിയത് ഈ UDFൻ്റെ ഏകോപന സമിതിക്ക് ശേഷം അതിൻ്റെ കൺവീനർ ശ്രീമാൻ അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു പാർലമെൻറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇത് മുൻ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ഒരു ധാരണയാണ്, ഒപ്പിട്ട് കൊടുത്ത ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഈ സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല എന്ന ഒരു സന്ദേശം കൊടുത്തപ്പോൾ മാധ്യമങ്ങൾ ഇതെല്ലാം അവരുടെ ഒന്നാം പേജിൽ വാർത്തയാക്കി. അപ്പോഴേക്കും ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഒരു ഭിന്നാഭിപ്രായവുമായി രംഗത്ത് വന്നു. അവർ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവും ഏതാണ്ട് സതീശൻ മന്ത്രിസഭയിലെ രണ്ടാമനുമായിട്ടുള്ള മുസ്ലിം ലീഗിലെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഒരു തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മുന്നണി യോഗം കൂടിയെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇതേക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തിട്ടില്ല. മുൻപ് തീരുമാനമെടുത്തതനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൽ അന്തിമമായ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന ഒരു തിരുത്തൽ പ്രസ്താവനയുമായി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നപ്പോൾ ഇപ്പോഴും ആകെ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു ന്യായം നടപ്പാക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഗൂഢോദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ RSS അജണ്ടയുണ്ട്, സംഘപരിവാർ അജണ്ടയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് UDF അവിടെയായി ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങി. മുസ്ലിം ലീഗിന് യാതൊരു കാരണവശാലും ഇത് നടപ്പാക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അവരുടെ അകത്തളങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ കാണേണ്ട വിചിത്രമായ കൗതുകകരമായ ഒരു വസ്തുത, ഈ വിഷയം പിണറായി സർക്കാർ ചർച്ച ചെയ്തപ്പോഴൊക്കെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീമാൻ VD സതീശൻ ഉൾപ്പെടെ ഈ PM ശ്രീയെ ശക്തമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും എതിർത്തതാണ്. അന്ന് മുസ്ലിം ലീഗിലെ ചില നിയമസഭാ അംഗങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് കടത്തി പറഞ്ഞ് ഇത് അറബിക്കടലിൽ തള്ളി താഴ്ത്തേണ്ടതാണ് എന്ന് പോലുമുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നടത്തി. അതേ പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷമായപ്പോൾ അഭിപ്രായം മാറ്റുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള ആക്ഷേപം ഇപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ മുന്നണി ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ട വിഷയമായി ഈ PM ശ്രീ പദ്ധതി പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ ചിത്രം. അപ്പോൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കിയിട്ടില്ല. പദ്ധതി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് നിലവിൽ നിൽക്കുന്നുണ്ടോ ആ ധാരണാപത്രം എന്ന് ചോദിച്ചാൽ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക കുഴയുന്നത് പോലെ കുഴയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ PM ശ്രീ കേരളത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒടുവിലായിട്ടുള്ള തീരുമാനം എങ്ങനെയാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് മുന്നണിയിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ എതിർപ്പ്, മറുപക്ഷത്ത് ഇത് നടപ്പാക്കി എങ്ങനെയെങ്കിലും 1500ഓളം കോടി രൂപ ഖജനാവിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ചെലവഴിക്കാമെന്നുള്ള ആഗ്രഹവും കൊതിയും മറുഭാഗത്ത്. ഇതിനെയും എങ്ങനെ സമന്വയിപ്പിച്ച് ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ VD സതീശൻ സർക്കാർ അല്പം അവരുടെ മുഖം ഈ കാര്യത്തിൽ വികൃതമാകുന്നുണ്ടോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നു. കാരണം അവർ പ്രതിപക്ഷത്ത് നിന്നപ്പോൾ ഇതിനെതിരായി ഉയർത്തിവിട്ട വികാരങ്ങളൊന്നും അധികാരത്തിൽ വന്നപ്പോൾ കാണുന്നില്ല.
അപ്പോൾ ഇത് സാധാരണയായി രാഷ്ട്രീയ മേഖലയിൽ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. യു ടേൺ അടിച്ചോ എന്ന് പൊതുസമൂഹം അവിടെവിടെയായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, നൈതികതയുടെ പ്രശ്നമുണ്ട്, ഒരു ആദർശ ശുദ്ധിയുടെ പ്രശ്നമുണ്ട്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒന്ന് പറയുകയും അതേ വിഷയത്തെക്കുറിച്ച് ഭരണപക്ഷത്തിലാകുമ്പോൾ മറ്റൊന്ന് തരത്തിൽ പറയുകയും ചെയ്യുക എന്ന് പറയുന്ന, സാധാരണ രീതിയിൽ പറഞ്ഞാൽ അവസരവാദപരമായ ഒരു നിലപാട് ഇപ്പോഴത്തെ സതീശൻ സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് പലരും ആക്ഷേപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കാരണത്താലാണ് ഇത് ഒരു ഏടാകൂടത്തിലാണ് ഇപ്പോൾ പുതിയ സർക്കാർ ചെന്നുപെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. ഈ ഏടാകൂടത്തിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ ഈ ഒപ്പിട്ടു എന്ന് പറയുന്ന ഉടമ്പടിയിൽ നിന്ന് പുറത്തു വരാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ പുതിയ മന്ത്രിസഭയുടെ ഉപസമിതിയും മന്ത്രിസഭ ആകമാനവും നിൽക്കുന്നത്. കൂട്ടത്തിലാകട്ടെ വന്ന മറ്റൊരു ഏടാകൂടം, ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി കേരളത്തിലെ 2 പാർലമെൻറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നൽകിയ ഒരു പ്രസ്താവന കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത് നടപ്പാക്കുവാൻ, ഈ ഒപ്പിട്ടതായ ഉടമ്പടി നടപ്പാക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെങ്കിൽ ആ പദ്ധതിയുടെ യാതൊരു ആനുകൂല്യവും സർക്കാരിന് ലഭിക്കുകയില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല എന്ന് പറയുന്ന ന്യായം നിലനിൽക്കുന്നതല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതാണിപ്പോൾ ഒരു വലിയ ഊരാക്കുടുക്കായി ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ മേൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഇതുവരെ ജനങ്ങളെ ധരിപ്പിച്ചത് 2 സർക്കാരും, പോയ സർക്കാരും വന്ന സർക്കാരും ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതൊരു ഉടമ്പടിയായി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ആ വാദം ഏതാണ്ട് പൊളിയുന്ന മട്ടിലാണ് ഇന്നലെ പാർലമെൻറ്റിൽ വന്ന പ്രസ്താവന. സർക്കാരിന് നഷ്ടപ്പെടാൻ പോകുന്നത് 1500 കോടി രൂപയാണ്. അതിനപ്പുറം ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. സംസ്ഥാനത്തിന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്ന വളരെ ഉദാസീനമായ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിടത്തോളം കാലം ഇനിയും ഇത് ഉടമ്പടി ഒപ്പിട്ട് പോയി പിന്മാറാൻ സാധ്യമല്ല എന്നുള്ള വാദം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഈ പുതിയ കേരള സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടതായി വരും. അത് മുന്നണിയുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ ഒന്നുകിൽ നടപ്പാക്കുക, അല്ലെങ്കിൽ ഈ 1400 കോടി രൂപ, 500ഓളം കോടി രൂപ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ വരുന്ന മാർച്ച് മാസം അവസാനിക്കാൻ പോകുന്ന പദ്ധതി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിനകത്തുള്ള ഒരു പ്രധാനമായ വിഷയം 1500 കോടി രൂപയോളം ഈ പദ്ധതി നടപ്പാക്കാതെ വരുമ്പോൾ കേരളത്തിന് നഷ്ടമാകുന്നു എന്നൊരു വലിയ സംഗതിയുണ്ട്. ഇത് ആദർശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളുടെ പേരിലൊക്കെ ഇത് നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗവും, അരാഷ്ട്രീയം എന്ന് വിശേഷിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളും ഈ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ സർക്കാരിനെയും ഈ സർക്കാരിനെയും വല്ലാതെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യം.